നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നോക്കിയത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് എന്ന വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വെർബിന്റെ ഒരു ഫോം ഓടിയെത്തും. ഏതാണ്? ING ഫോം. വെർബിന്റെ ING ഫോം ചേർന്ന് വരുന്ന സെന്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. സോ സബ്ജക്റ്റിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആർ, ഈസ്, ആർ, ആം പ്ലസ് വെർബിന്റെ ING ഫോം എന്ന് പറഞ്ഞാല് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഈസ് പ്ലസ് ING. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് പ്ലസ് ING എന്നും, അതുപോലെ തന്നെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ആറ് പ്ലസ് ING എന്നും, അതുപോലെ തന്നെ സബ്ജക്റ്റ് ഐ ആണെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ആം പ്ലസ് ING എന്നും ചേർക്കും. ഓക്കെ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് പ്ലസ് ING ഫോം ഓഫ് വെർബ്. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആറ് പ്ലസ് ING ഫോം ഓഫ് വെർബ്. സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം പ്ലസ് ING ഫോം ഓഫ് വെർബ്. നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് വെച്ചാൽ അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ദേ ആണെങ്കിൽ പ്ലൂറൽ ആണ്, സോ ആർ ഉപയോഗിക്കണം. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. സോ ഇത്രയേ ഉള്ളൂ. ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ ആമും വേർബിന്റെ ING ഫോമും. ഹി എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ ഈസും വെർബിന്റെ ING ഫോമും. പ്ലൂറൽ ആണ് സബ്ജക്റ്റ് എങ്കിൽ ആറും അതുപോലെ തന്നെ വെർബിന്റെ ING ഫോമും. സോ സബ്ജക്റ്റിന് ശേഷം ഈസ് ING എന്നോ അല്ലെങ്കിൽ ആർ ING എന്നോ അല്ലെങ്കിൽ ആം ING എന്നോ എന്ന് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. രാമൻ റൺസ്. ഇതിനർത്ഥം എന്താണ്? രാമൻ ഓടുന്നു. ഇതൊരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇത് നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? രാമൻ ഈസ് റണ്ണിങ്. സോ നമ്മൾ ഈസ് അതുപോലെ തന്നെ വെർബിന്റെ ING ഫോമും ഉപയോഗിച്ചു. കാരണം സബ്ജക്റ്റ് എന്താണ്? സിംഗുലർ ആണ്. ഇനി രാമന്റെ കൂടെ വേറെ ലക്ഷ്മണനും കൂടി ഓടുന്നെങ്കിൽ എന്താവും മാറും? രാമ ആൻഡ് ലക്ഷ്മണ. അവിടെ നമ്മൾ ആർ ഉപയോഗിക്കണം, പ്ലൂറൽ ആണ്. ആർ റണ്ണിങ്. സോ ഇത്രയേ ഉള്ളൂ എന്തെന്ന്? പ്രസന്റ് കണ്ടിന്യൂസ്. ഇനി സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം വരും അല്ലെ? ഐ ആം ടോക്കിംഗ്. ഞാൻ സംസാരിച്ച് കൊണ്ടിരുന്നു. ഐ ആം ഈറ്റിംഗ്. ഐ ആം ടോക്കിംഗ്, ഐ ആം ഈറ്റിംഗ്, ഐ ആം റീഡിങ്. അങ്ങനെ സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം പ്ലസ് വെർബിന്റെ ING ഫോം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈസ് പ്ലസ് വെർബിന്റെ ING ഫോം.
ഹി ഈസ് പ്ലേയിങ് അല്ലെങ്കിൽ ഷീ ഈസ് കുക്കിംഗ്, ഇറ്റ് ഈസ് റെയിനിങ്. ഓക്കെ, ഇനി സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ യു, വി, ദേ ആണെങ്കിൽ ആർ പ്ലസ് ING. ദേ ആർ പ്ലേയിങ് അല്ലെങ്കിൽ യു ആർ വർക്കിംഗ്, അങ്ങനെ വരും. ഓക്കെ, സോ ഇനി ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ് അല്ലെ, ING ഫോം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെയുള്ള പ്രവൃത്തിയാണ് സൂചിപ്പിക്കുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി, അതിനാണ് ഇതെന്ന് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് സൂചിപ്പിക്കുന്നത്. സോ അതിന്റെ യൂസേജ് എന്തിനാണ്? സെയിം തന്നെയാണ്. ഞാനിപ്പോ നിങ്ങളോട് പറയാണ് യു ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് എന്ന് ഞാൻ പറയുമ്പോൾ ആ പ്രവൃത്തി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ അല്ലെ. സോ ഈ പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ പ്രസന്റ് ടൈമിൽ കണ്ടിന്യൂ ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. പ്രസന്റ് ടൈമിൽ കണ്ടിന്യൂ ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു മാരേജ് ഫംഗ്ഷൻ ഒക്കെ പോയി സമയത്ത് ആദ്യം ചോദിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയും. സോ അത് നമ്മൾ പറയുന്നത് എങ്ങനെയായിരിക്കും? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും നമ്മൾ പറയാം. സോ നമ്മൾ ഇപ്പം വർക്ക് ചെയ്യുകയല്ല അല്ലെ, ഇപ്പൊ നമ്മൾ മാരേജ് ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണ്. അത് നമ്മൾ പറയുന്ന ഏത് ടെൻസിലായിരിക്കും? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും. സോ നമ്മൾ നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീച്ച് ഓർ ദാറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് ദ പ്രസന്റ് ടൈം. എക്സാമ്പിൾ, the child is sleeping now. They are working in this factory at present. He is still playing with the children. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട 2-3 വേർഡ് ഉണ്ട്. ഒന്ന്, the child is sleeping now. ഈ now എന്ന ഒരു വേർഡ് ആണ് എന്തെന്ന്, ഇതിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ദേ ആർ വർക്കിംഗ് ഇൻ ദിസ് ഫാക്ടറി അറ്റ് പ്രസന്റ്. ഇപ്പൊ പ്രസന്റ് എന്നുള്ള വേർഡ് അപ്പം അവർ അത് ഇപ്പം നടന്നു ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വേർഡാണ് എന്തെന്ന് ഇവിടെ പ്രസന്റ്, അറ്റ് പ്രസന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, അറ്റ് പ്രസന്റ്. അതുപോലെ തന്നെ ഹി ഈസ് സ്റ്റിൽ, സ്റ്റിൽ എന്ന് പറയുന്ന ഒരു വേർഡാണ് എന്തെന്ന് ആ ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് അവിടെ കാണിച്ചു തരുന്നത്. സ്റ്റിൽ പ്ലേയിങ് വിത്ത് ദ ചിൽഡ്രൻ, ഇപ്പോഴും അവർ കളിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ എപ്പോഴും ശ്രദ്ധിക്കുക, നൗ എന്നോ അല്ലെങ്കിൽ അറ്റ് പ്രസന്റ് എന്നോ, നൗ എന്നോ അറ്റ് പ്രസന്റ് എന്നോ അറ്റ് ദിസ് മൊമെന്റ് എന്നോ, അറ്റ് ദിസ് മൊമെന്റ് എന്നോ, അറ്റ് ദിസ് ടൈം എന്നോ, കറന്റ്ലി എന്നോ, സ്റ്റിൽ എന്നോ, ഇതിൽ ഏതെങ്കിലും വേർഡ് ചേർത്ത് കൊണ്ടാണ് നമുക്ക് ആ സെന്റൻസ് തന്നിട്ടുള്ളതെങ്കിൽ ഓർത്തുള്ളൂ ഈ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പ്രസന്റ് ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് സൂചിപ്പിക്കാൻ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഈസ് പ്ലസ് വെർബിന്റെ ING ഫോം എന്നും, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ആറ് പിന്നെ വെർബിന്റെ ING ഫോം എന്നും, സബ്ജക്ട് ഐ ആണെങ്കിൽ ആം പ്ലസ് വെർബിന്റെ ING ഫോം എന്നും കൊടുക്കാം. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന് ഒരു യൂസേജും കൂടി ഉണ്ട്. നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തുന്നത് എന്താണ്? ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന, അതായത് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന ഓൾറെഡി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ സൂചിപ്പിക്കാൻ ഫ്യൂച്ചർ ടെൻസ് കൂടാതെ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിന്റെ ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ആരെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു? സിമ്പിൾ പ്രസന്റ് ടെൻസിനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. സോ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്, അത് കാണാത്തവർ കാണുക. സോ അവിടെ നമ്മൾ ഒരു തിരുത്ത് അല്ലെങ്കിൽ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യുകയാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് മാത്രമല്ല, വേണമെങ്കിൽ നമുക്ക് എന്ത് കൂടി ഉപയോഗിക്കാം? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ നമുക്ക് ആ ഒരു കേസിൽ ഉപയോഗിക്കാവുന്നതാണ്. സോ ഒന്നെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, രണ്ടിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഓപ്ഷനിൽ നമുക്ക് ഒരിക്കലും തരൂല, ഏതെങ്കിലും ഒന്ന് മാത്രമേ ഓപ്ഷനിൽ ഉണ്ടാവൂ. ടു ഡിനോട്ട് ആൻ ആക്ഷൻ ഇൻ വെരി നിയർ ഫ്യൂച്ചർ ദാറ്റ് ഈസ് ഓൾറെഡി പ്ലാൻഡ്. എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, വി ആർ ഗോയിങ് ടു ദ ബീച്ച് ടുമാറോ. ഇവിടെ നമ്മൾ വെർബിന്റെ ING ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഗോയിങ്. ശരിക്കും എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? വിൽ ഗോ ആണ് ശരിക്കും നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ടുമാറോ എന്നുള്ളത് ഒരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ആയതുകൊണ്ടും ഓൾറെഡി പ്ലാൻഡ് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ടുമാണ് എന്ത് നമ്മള് വിൽ ഗോ എന്നതിന് പകരം നമ്മളിവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം.
അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ ഗോയിങ് ഉപയോഗിക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഗോ ഉപയോഗിക്കാം നമുക്ക് അവിടെ. നെക്സ്റ്റ് എക്സാമ്പിൾ, മൈ ഫാദർ ഈസ് ഗോയിങ് ടു മുംബൈ നെക്സ്റ്റ് വീക്ക്. ഇവിടെ നമുക്ക് ശരിക്കും എന്താണ് വിൽ ഗോ ഉപയോഗിക്കാം. നോർമലായിട്ട് അതാണ് ഉപയോഗിക്കേണ്ടത്. ഇത് ഓൾറെഡി പ്ലാൻഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നിയർ ഫ്യൂച്ചറിൽ നടക്കുന്നതായത് കൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, വേണമെങ്കിൽ വെർബിന്റെ ING ഫോം അല്ലെ ഗോയിങ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സിമ്പിൾ പ്രസന്റ് അല്ലെ ഗോസ് ടു എന്നും വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഈ രണ്ട് യൂസേജ് മാത്രമാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പഠിക്കാനുള്ളത്. ഇത്രയായാലും നമ്മളെ ഒരു ടോപ്പിക്ക് കഴിഞ്ഞിട്ട്. സോ നെക്സ്റ്റ് ടെൻസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.